അടുത്ത പരീക്ഷ സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസിൽ മാസ്റ്റർ ഫോളോയിങ് 4 മാർക്ക് എങ്ങനെ സെറ്റ് ആക്കാമെന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ബേസിക്കലി മാസ്റ്റർ ഫോളോയിങ് ഏത് ചാപ്റ്ററിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ, ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പ്രഡിക്ഷനും ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകണം. സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് ചാപ്റ്റർ നിന്നാണ് മാസ്റ്റർ ഫോളോയിങ് ചോദിക്കുക അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പലരും പല കൺഫ്യൂഷൻസ് നമുക്കറിയാം. മോഡൽ എക്സാമിന് ചോദിച്ച ചാപ്റ്റർ ആയിരുന്നു അത് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ അല്ല, കൾച്ചർ ആൻഡ് നാഷണലിസം എന്ന് പറഞ്ഞ 5ാമത്തെ ചാപ്റ്റർ ആണ്. അല്ലെങ്കിൽ നമുക്കറിയാം പിന്നെ ചോദിക്കുക ഏതാ 8ാമത്തെ ചാപ്റ്റർ ആണ്, കേരള ടുവേർഡ്സ് മോഡേണിറ്റി ആയിരിക്കും അല്ലേ. എന്നാൽ മോഡൽ എക്സാമിന് 5ാമത്തെ ചാപ്റ്റർ ചോദിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ 90% ഏതെന്നായിരിക്കും ഈ 5ാമത്തെ ചാപ്റ്റർ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക ഈ പറയുന്ന മാസ്റ്റർ ഫോളോയിങ് ചോദിക്കുക. നിഹാൽ സാറേ 10% ബാക്കി ഞങ്ങളെ പറ്റിക്കല്ല, 10% നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതും പഠിച്ചിരിക്കണം. കാരണം ചോദ്യം എങ്ങനെ ഇടും എന്ന കാര്യത്തിൽ ഇപ്പോഴും എന്താണ് നമുക്കൊരു സാധനമാണ്. ഗവൺമെന്റ് ആ രീതിയിലുള്ള കളികൾ കളിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 ചാപ്റ്റർ നമ്മൾ പഠിച്ചെങ്കിൽ നമുക്ക് അത്രയും പ്രഡിക്ഷൻ പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാം ഒരു മാറ്റിക്കാണും. പക്ഷെ എന്നാലും ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് തരും. ഈ വീഡിയോന്റെ അവസാനം നിങ്ങൾക്ക് ഒരു സാധനം ഞാൻ തരും. റെഡി? അപ്പൊ ആദ്യം നമുക്ക് ഇത് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ കൾച്ചർ ആൻഡ് നാഷണലിസം, സംസ്കാരവും ദേശീയതയും എന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മാസ്റ്റർ ഫോളോയിങ് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ മലയാളം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കാരണം സംഭവം മലയാളത്തിൽ വായിക്കുന്നത് മലയാളത്തിലായതുകൊണ്ട് വേറെ ഒരു വ്യത്യാസം അവിടെ വരാനില്ല. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് കൽക്കട്ട മദ്രസ അല്ലെ. കൽക്കട്ട മദ്രസ ഏതാണ്? വാറൻ ഹെൻസിംഗ് ആണ് കൽക്കട്ട മദ്രസ. അതുപോലെ ബനാറസ് സംസ്കൃത കോളേജ് ഏതാ? ജുനഗദ് ഡങ്കൻ ആണ്. രാജാറാം മോഹൻ റേ ഏതാ? സദീം. അതുപോലെ ബ്രഹ്മ സമാജം രണ്ടല്ലേ, സതി ഉണ്ട് അതുപോലെ ബ്രഹ്മ സമാജം. ഓക്കെ, നോട്ട് ചെയ്ത് നോക്കട്ടോ. അതുപോലെ തന്നെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗരൻ എന്തുകൊണ്ട് ഹിന്ദു വിഡോ റീമാരി, ഹിന്ദു വിധവ പുനർവിവാഹം കൊണ്ടുവന്ന ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. പണ്ഡിത രമാബായി എന്തുകൊണ്ടു? ശാരദാ സദൻ കൊണ്ടുവന്നു. ആര്യ സമാജം അല്ലെ, നമുക്കറിയാം ആര്യ അല്ലെ. ആര്യ ഇവിടെ ഉണ്ടെങ്കിൽ ആരുണ്ട് നോക്കിയാൽ മതി, സരസ്വതി ഉണ്ടോ നോക്കിയാൽ മതി. ആര്യ സരസ്വതി, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി രാമകൃഷ്ണ മിഷൻ ആരാ? സ്വാമി വിവേകാനന്ദനാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജം നമ്മൾ എപ്പോഴും ചില കോട്ട് നമ്മൾ പറയാം, പ്രാർത്ഥിക്കുകയാണ് ആത്മീയമായ കാര്യമാണ്, ആത്മാറാം പാണ്ഡുരംഗാണ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് എന്താണ്? ഒരു തീയാണല്ലേ. തിയോസഫിക്കൽ സൊസൈറ്റി ആരാ? ആനി ബസന്റ് ആണ് കേട്ടോ. ഇനി സത്യസോജക് സമാജമായ ജ്യോതിബ ഫുലെയാണ്. സെൽഫ് റെസ്പെക്ട് വുമൻ ഇ വി രാമസ്വാമി നായിക്കർ. ഓക്കെ, ഇനി ശ്രീനാരായണ ധർമ്മ പരിപാല യോഗമാരാ? ശ്രീനാരായണ ഗുരു. ഇത്രയും ടോപ്പിക് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഒരു കോളത്തിലുണ്ട് അല്ലെ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെർണാക്കുലർ പ്രസ് ആക്ട്, പ്രാദേശിക ഭാഷ പത്ര നിയമം അല്ലെ. പ്രാദേശിക ഭാഷ പത്ര നിയമം ആരാ കൊണ്ടുവന്ന്? പ്രാദേശിക ഭാഷ പത്ര നിയമം ലോഡിലിട്ട് നമ്മൾ എന്ത് വിളിക്കും? ലിട്ടൻ പ്രഭു ആണ് കൊണ്ടുവന്ന്. നോട്ട് ചെയ്തത് റെഡി. ഇനി ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരെ കൊണ്ടുവന്നു? 3 ആൾ, ജി അഗാക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദന്റെ മോഡൽ എക്സാമിന് ചോദിച്ചാണല്ലേ. DK കാരവ് എന്ത് കൊണ്ടുവന്നു? ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു. അതുപോലെ തന്നെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ആരെ കൊണ്ടുവന്നു? രവീന്ദ്രനാഥ ടാഗോറാണ്. ജാമിയ മില്ലിയ ഇസ്ലാം മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ ജാകിർ ഹുസൈൻ, MA അൻസാരിക്കാണ് കൊണ്ടുവന്നത്. കേരള കലാമണ്ഡൽ ആരാ? വെള്ളത്തോൾ നാരായണ മേനോനാണ്. വർദ്ധ എഡ്യൂക്കേഷൻ പ്ലാൻ ആരാ? മഹാത്മാഗാന്ധിയാണ് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം അല്ലെ. എന്നാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ഒരു പ്രഡിക്ഷൻ പോലെ നിഹാൽ സാർ ചുമ്മാ പറയാണ്, ഇനി വന്നാൽ ഇനി എന്നെ കുറ്റം പറയരുത്. അതാണ് പേടി കൊണ്ടാണ് പറയാത്തത്. ഏതാ വരിക? ഇതായിരിക്കും നിങ്ങളുടെ എക്സാമിന് മാസ്റ്റർ ഫോളോയിന്റെ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്. ഏതാ? അതായത് ആനന്ദമഠം, നീൽ ദർപ്പൺ, അല്ലാമ മുഹമ്മദ് ഇക്ബാൽ, ഭാരത് മാത, നന്ദലാൽ ബോസ്, അമൃത ഷെർഗിൽ. അതായത് നമ്മുടെ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് എന്ന ഭാഗത്തു നിന്നായിരിക്കും മിക്കവാറും നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദ്യം ചോദിക്കാൻ സാധ്യത വന്നു കഴിഞ്ഞാൽ നിഹാൽ സാറിന് ആരും കുറ്റം പറയരുത്, നിങ്ങൾ അങ്ങ് എഴുതി പോയാൽ മതി. ഓക്കെ, ഏതാ? ആനന്ദമഠം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദമഠം എന്ന നോവൽ എഴുതി അല്ലെ. ആനന്ദമഠം എന്താണ്? നോവലാണ്. അത് നോട്ട് ചെയ്തൊക്കെ. ആനന്ദമഠം ഒരു നോവലാണ്. ഈ നീൽ ദർപ്പൺ എന്താണ്? നീൽദർപ്പൺ ഡ്രാമയാണ്. ഡ്രാമ എന്ന് പറഞ്ഞാൽ നാടകം. ഓക്കെ, ആരാ? നാടകം വിചാര ദിനബന്ധു മിത്രിയാണ് നീൽ ദർപ്പൺ എഴുതിയത്. അതുപോലെ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ കവിതയാണ് എന്താ? സാരെ ജഹാ സെ അച്ഛാ. ഭാരത് മാത പെയിന്റിംഗ് ആ ചിത്രമാണല്ലേ. പെയിന്റിംഗ് ആരാ? ഭാരത് മാത പെയിന്റിംഗ് വരച്ചത്? അബീന്ദ്രനാഥ ടാഗോർ ആണ്. നന്ദലാൽ ബോസ് വരച്ച ചിത്രമാണ് എന്താ? സദി ആൻഡ് വില്ലേജ് ഡ്രമ്മർ. അതുപോലെ തന്നെ അമൃത ഷെർഗിലിന്റെ ചിത്രമാണ് എന്താ? വില്ലേജ് ലൈഫ്. ഇത് മാസ്റ്റർ ഫോളോയിങ് ഒരു 90% ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഈ ചാപ്റ്റർ അല്ല ചോദിക്കുന്നെങ്കിൽ നമ്മൾ 8ാം ചാപ്റ്ററിലേക്ക് എത്തുന്ന അവിടെ നമ്മൾ ഏതാ പഠിക്കുക? അവിടെ ആദ്യം നിങ്ങൾ ഈ സോഷ്യൽ റിഫോമേഴ്സിന്റെ പഠിച്ചു വെക്കണം. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഭാഗമാണ്. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം കൊണ്ടുവന്നു. ചട്ടമ്പി സ്വാമികൾ, അതുപോലെ എന്താണ് പിന്നെ മരുമക്കത്തായത്തിനെതിരെ അല്ലെ. അപ്പൊ ഞാൻ നോട്ട് ചെയ്യുന്ന കാര്യം നോക്കാം. ഒന്ന്, വൈകുണ്ഠ സ്വാമികൾ ഇമ്പോർട്ടന്റ് ആണ്. ശ്രീനാരായണ ഗുരു നമുക്കറിയാം പലപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അടുത്ത തരാം പിന്നെ അയ്യങ്കാളി വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഒരു വട്ടം എക്സാമിന് ചോദിച്ചാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ കൊണ്ടുവന്നു. സാധുജന പരിപാലന സംഘം കൊണ്ടുവന്ന ആളാണ് അയ്യങ്കാളി. അതുപോലെ വാഗ്ബടാനന്ദ ആത്മവിദ്യാസംഘം, വാഗ്ബടാനന്ദ ഇമ്പോർട്ടന്റ് ആണ്. സഹോദരൻ അയ്യപ്പൻ എന്താണ്? സഹോദര പ്രസ്ഥാനം. അതുപോലെ എന്താണ്? പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം കൊണ്ടുവന്നാണ്.
പിന്നെ VT ഭട്ടതിരിപ്പാട് യോഗ ക്ഷേമസഭ, കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെ, അപ്പൊ ഞാൻ ഈ മഞ്ഞ മാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കണം അല്ലേ. അപ്പൊ അല്ലാതെ പിന്നെ ഈ ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം അരുവിപ്പുറം പ്രതിഷ്ഠ കൊണ്ടുവന്ന ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം പ്രതിഷ്ഠ. അതുപോലെ തന്നെ പിന്നെ നമ്മളെ TK മാധവൻ എന്തായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന്റെ ലീഡറാണ് ആര്? TK മാധവൻ. അതുപോലെ സവർണ ജാഥ നടത്തിയ ആളാണ് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയ ആളാണ് AK ഗോപാലനും K കേളപ്പനും. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ആരാ? T പ്രകാശം. മലയാളി മെമ്മോറിയൽ കൊണ്ടുവന്ന ആള് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഈഴ മെമ്മോറിയൽ കൊണ്ടുവന്ന ആള് ഡോക്ടർ പൽപ്പു ആണ്. നിവർത്തന പ്രക്ഷോഭം കൊണ്ടുവന്ന 3 ആളുകളാണ് NV ജോസഫ്, PK കുഞ്ഞു, C കേശവൻ. അതുപോലെ ഇലക്ട്രിസിറ്റി കൊണ്ടുവന്ന ഇലക്ട്രിസിറ്റി സമരം എവിടെയായിരുന്നു? കൊച്ചിയിലായിരുന്നു ഉണ്ടായിരുന്നത്. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയ ആളാരാണ്? അത് EMS നമ്പൂതിരിപ്പാടാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത. ഈ 2 ചാപ്റ്റർ MCQ നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ രീതിയിൽ ഇത്തരം ഫാക്ടുകൾ, ഈ ഫാക്ടാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഈ ഫാക്ടാണ് പഠിച്ചിരിക്കുക. ഇവിടെ നിന്നായിരിക്കും എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കുക. ബേസിക്കലി ഞാൻ പറയുന്നു, ഈ ഒരു ടോപ്പിക് ഇതൊരു പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ ആയി തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഒരു പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ ആയി തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നന്നായി നോക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് മാസ്റ്റർ ഫോളോയിങ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരുക. നിഹാൽ സാർ, എന്റെ പുതിയ ഇൻസ്റ്റാ അക്കൗണ്ട് നിഹാൽ സാറിന് സെർച്ച് ചെയ്താൽ മതി. നിഹാൽ സാറിന് സെർച്ച് ചെയ്യുന്ന പുതിയ ഇൻസ്റ്റാ അക്കൗണ്ട്. നിങ്ങൾ അവിടേക്ക് എത്തുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിക്കുക, പ്രഡിക്ഷൻ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പല സംശയങ്ങളുണ്ടെങ്കിൽ എക്സാമുമായി ബന്ധപ്പെട്ട് നേരെ അവിടേക്ക് പോരും. ഞാൻ മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിന് വേണ്ട സൊല്യൂഷൻ കണ്ടെത്തരും. ആൻഡ് നന്നായി പഠിക്കുക, വളരെ പോസിറ്റീവായി തന്നെ നിൽക്കുക. ഓക്കെ, കഴിഞ്ഞ മോഡൽ എക്സാമിന് എങ്ങനെയാണോ നിങ്ങൾ ഞങ്ങൾ വിശ്വസിച്ച പോലെ, കഴിഞ്ഞ മോഡൽ എക്സാമിന് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോ നമ്മളെ വീഡിയോ 1.5 ലക്ഷം ആളുകളാണ് നമ്മുടെ പ്രഡിക്ഷൻ വീഡിയോ അന്ന് കണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട പ്രഡിക്ഷനുമായി ഞങ്ങൾ വരും. നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ്, നിങ്ങൾക്ക് ഒരു സംശയമാണ്, നിങ്ങൾ അത്ര ഞങ്ങൾ വിശ്വസിച്ചോ, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്. ബാക്കി നമ്മൾ ലൈവിൽ തകർത്ത് പഠിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.